അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്നരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി 31 സങ്കീർത്തനം 7 വാക്യം നമുക്ക് വായിക്കാം. ഞാൻ നിൻ്റെ ദയയിൽ ആനന്ദിച്ച് സന്തോഷിക്കുന്നു. നീ എൻ്റെ അരിഷ്ടതയെ കണ്ട് എൻ്റെ പ്രാണസങ്കടങ്ങളെ അറിഞ്ഞിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട വേദവാക്യമാണ് നാം കേട്ടത്. 31 സങ്കീർത്തനം ദാവീദാണ് എഴുതിയതെന്ന് ഹെഡിങ്ങിൽ ഉള്ളതിനാൽ ദാവീദ് തന്നെയാണ് ദൈവത്തിൻ്റെ ദയയിൽ ആനന്ദിച്ചിരുന്നതും അരിഷ്ടതയും സങ്കടങ്ങളും അനുഭവിച്ചിരുന്നതും എന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ വാക്യം ന്യൂ ഇൻ്റർനാഷണൽ റീഡേഴ്സ് വേർഷനിൽ I will be glad and full of joy because you love me. You saw that I was hurting. You took note of my great pain എന്നും ന്യൂ ലിവിങ് ട്രാൻസ്ലേഷനിൽ I will be glad and rejoice in your unfailing love, for you have seen my troubles and you care about the anguish of my soul എന്നുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 31 സങ്കീർത്തനം 7 വാക്യത്തിൽ ദാവീദ് ദൈവത്തോട് പറയുകയാണ്, നീ എന്നെ നിത്യസ്നേഹം കൊണ്ട് സ്നേഹിക്കുകയും എൻ്റെ കഷ്ടതകളും പ്രാണസങ്കടങ്ങളും കണ്ട് എന്നെ രക്ഷിക്കുകയും ചെയ്തതിനാൽ ഞാൻ സന്തോഷിച്ച് ആനന്ദിക്കുന്നു. ദൈവം നമ്മെ സ്നേഹിക്കുന്നത് നിത്യസ്നേഹം കൊണ്ടാണെന്ന് അനേകം വാക്യങ്ങളിൽ കൂടി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. മനുഷ്യരുടെ സ്നേഹത്തിൽ സ്വാർത്ഥതയുണ്ടെന്ന് നമുക്കറിയാം. നമ്മെ സ്നേഹിച്ചാൽ നാം സ്നേഹിക്കും. നമ്മെ നോക്കി പുഞ്ചിരിച്ചാൽ നാം പുഞ്ചിരിക്കും. നമ്മുടെ വീട്ടിൽ വന്നാൽ നാം അവരുടെ വീട്ടിൽ ചെല്ലും. നമുക്കെന്തെങ്കിലും തന്നാൽ തരുന്നവർക്ക് നാമും കൊടുക്കും. ചില വ്യക്തികളെങ്കിലും ഇപ്രകാരമാകുവാനാണ് സാധ്യത. ചിലരെങ്കിലും ഇതിൽ നിന്നും വ്യത്യസ്തരാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. എന്നാൽ ദൈവസ്നേഹം വറ്റിപ്പോകാത്ത സ്നേഹമാണ്. ആ സ്നേഹം പോലെ നാം തമ്മിൽ സ്നേഹിക്കണം എന്നാണ് കർത്താവായ യേശു ക്രിസ്തു നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിപ്പിൻ എന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 13 അധ്യായം 34 വാക്യത്തിൽ അതിൻ്റെ അവസാന ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. നമുക്ക് മറ്റുള്ളവരെ സ്വാർത്ഥതയില്ലാതെ സ്നേഹിക്കുവാൻ കഴിയണമെങ്കിൽ നാം നിശ്ചയമായും ദൈവസ്നേഹത്തിൽ വസിക്കണം. നാം ദൈവസ്നേഹത്തിൽ വസിക്കണമെങ്കിൽ നിശ്ചയമായും നാം യേശുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കണം. യേശു പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചുകൊണ്ട് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കാം. ഇപ്രകാരം യേശുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്ന വ്യക്തികൾക്ക് കർത്താവായ യേശു ക്രിസ്തുവാകുന്ന സാക്ഷാൽ മുന്തിരിവള്ളിയുടെ കൊമ്പുകളായി നിലനിൽക്കുവാൻ കഴിയുകയുള്ളൂ. യേശു പറഞ്ഞു, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15 അധ്യായം 5 വാക്യമാണ് നാം കേട്ടത്. യഥാർത്ഥ മുന്തിരിവള്ളി എന്ന് പറഞ്ഞാൽ സത്യദൈവം എന്നാണ്, യഥാർത്ഥ ദൈവം എന്നാണ് അർത്ഥം. കാട്ടുമുന്തിരിവള്ളി ഉണ്ടെന്ന കാര്യം നാം മറക്കരുത്. സാക്ഷാൽ മുന്തിരിവള്ളിയിൽ വസിക്കുന്ന ഒരു കൊമ്പിന് നല്ല മുന്തിരി മാത്രമേ കായ്ക്കുവാൻ കഴിയൂ. ആ മുന്തിരി മറ്റുള്ളവരെ ആശ്വസിപ്പിക്കും. മനുഷ്യൻ്റെ സ്വഭാവം നോക്കിയല്ലല്ലോ യഥാർത്ഥ മുന്തിരിപ്പഴം അതിൻ്റെ രുചിയും മധുരവും മനുഷ്യർക്ക് നൽകുന്നത്. എന്ന പോലെ യഥാർത്ഥ മുന്തിരിവള്ളിയായ സാക്ഷാൽ മുന്തിരിവള്ളിയായ കർത്താവായ യേശു ക്രിസ്തുവിനും ആ യേശു ക്രിസ്തുവിൽ അവൻ്റെ കൽപ്പനകൾ അനുസരിച്ച് വസിക്കുന്ന കൊമ്പുകൾക്ക്, യഥാർത്ഥ ദൈവമക്കൾക്കും മറ്റുള്ളവരെ സ്നേഹിക്കാതിരിക്കുവാനോ മറ്റുള്ളവരെ വെറുക്കുവാനോ മറ്റുള്ളവരോട് കയ്പായിരിക്കുവാനോ കഴിയുകയില്ല. നമ്മുടെ സ്വഭാവം നമുക്കറിയാവുന്നതിനേക്കാൾ കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയാം. നാം മറ്റുള്ളവരുടെ സ്വഭാവം പഠിക്കുവാൻ ശ്രമിക്കുന്നതിനേക്കാൾ മറ്റുള്ളവരുടെ കുറ്റം പറയുകയോ മറ്റുള്ളവരുടെ കുറ്റം കണ്ടെത്തുകയോ ചെയ്യുന്നതിനേക്കാൾ നമ്മുടെ കുറ്റങ്ങൾ കണ്ടെത്തി തിരുത്തുകയും നമ്മെ തന്നെ കുറ്റം വിധിക്കുകയുമാണ് നാം ചെയ്യേണ്ടത്. ദൈവകൽപ്പനകൾ അനുസരിച്ച് ദൈവഭയത്തോടെ ജീവിക്കുന്നവർക്ക് അപ്രകാരം ചെയ്യുവാൻ കഴിയുകയുള്ളൂ. അപ്രകാരം ദൈവകൽപ്പന അനുസരിച്ച് ജീവിച്ച ദാവീദിന് ദൈവം സംരക്ഷണം കൊടുത്ത കാര്യമാണ് നാം മുൻപ് കേട്ടത്. ജോസഫിൻ്റെ പ്രാണസങ്കടം കണ്ടാറേയും ജോസഫിൻ്റെ സഹോദരന്മാർക്ക് അവനോട് കരുണ തോന്നുകയോ അവനെ കഷ്ടപ്പെടുത്താതെ അവൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ എത്തിക്കുകയോ ചെയ്യാതെ
അല്പം പണത്തിനു വേണ്ടി അന്യർക്ക് വിൽക്കുകയും അപ്പനോട് വ്യാജം പറയുകയുമാണ് ചെയ്തത്. അവൻ നമ്മോട് കെഞ്ചിയപ്പോൾ നാം അവൻ്റെ പ്രാണസങ്കടം കണ്ടാറേയും അവൻ്റെ അപേക്ഷ കേട്ടില്ലല്ലോ എന്ന് ഉൽപ്പത്തി പുസ്തകം 42-ാം അധ്യായം 21-ാം വാക്യത്തിൻ്റെ മധ്യഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവസ്നേഹത്തിലും ദൈവഭയത്തിലും ജീവിക്കുകയും തൻ്റെ അപ്പൻ്റെ ദൈവത്തെ അവൻ്റെ കൽപ്പനകൾ അനുസരിച്ച് സ്നേഹിക്കുകയും ചെയ്ത ജോസഫിൽ അവൻ്റെ സഹോദരന്മാർക്ക് യഹോവയെ കാണുവാൻ കഴിഞ്ഞില്ലെങ്കിലും പോത്തീഫറിനും കാരാഗ്രഹ പ്രമാണിക്കും മിസ്രയീം ഭരിച്ചിരുന്ന ഫറവോനും ജോസഫിൽ യഹോവയെ കാണുവാൻ കഴിഞ്ഞു. തന്നെയുമല്ല, ജോസഫിൻ്റെ സഹോദരന്മാർക്ക് ജോസഫിൻ്റെ പ്രാണസങ്കടം കാണുവാൻ കഴിഞ്ഞില്ലെങ്കിലും യഹോവയ്ക്ക് ജോസഫിൻ്റെ പ്രാണസങ്കടം കാണുവാൻ കഴിഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, മറ്റാർക്കും നമ്മുടെ പ്രാണസങ്കടങ്ങളും പ്രതികൂലങ്ങളും കാണുവാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മെ സ്നേഹിച്ചു നമുക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മുടെ പ്രാണസങ്കടം കാണാതിരിക്കുവാനോ നമ്മുടെ പ്രതികൂലങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കാതിരിക്കുവാനോ കഴിയുകയില്ല. കാരണം അവൻ നമുക്ക് തുല്യമായി പാപമൊഴികെ സകലത്തിലും പരീക്ഷിക്കപ്പെട്ടവനും വ്യസനപാത്രമായി തീർന്നവനുമാണ്. കാൽവരി ക്രൂശിൽ അവൻ്റെ പ്രാണൻ നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടിയുള്ള അകൃത്യയാഗമായി തീരുവാൻ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ അവൻ്റെ പ്രാണവേദന ആർക്കും കാണുവാനോ മനസ്സിലാക്കുവാനോ കഴിഞ്ഞില്ലല്ലോ. അതുകൊണ്ട് ആരെങ്കിലും നമ്മെ പകയ്ക്കുകയോ നമ്മെ വിടക്കെന്നെണ്ണി നിന്ദിക്കുകയോ ചെയ്താൽ യേശുവിനോട് പോയി പറയൂ, അവൻ നമ്മെ ഉള്ളംകരത്തിൽ വഹിക്കും. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുക എന്ന് 1 പത്രോസ് 5-ാം അധ്യായം 7-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആകയാൽ നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുകയും നിത്യജീവനെ അവകാശികളായി തീരുകയും ചെയ്യാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി എന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ സമാധാനമില്ലാത്തവരായി ഇരിക്കുന്നെങ്കിൽ അങ്ങ് അവർക്ക് സമാധാനം കൊടുക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.